വിവാദ നാടകത്തിൽ നടപടിയുമായി ഹൈക്കോടതി പ്രോഗ്രാം കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ഹൈക്കോടതി പരിപാടി സംബന്ധിച്ച് കമ്മിറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരികാട്. രേഷ്മ, മറ്റു വിശദാംശങ്ങൾ. സുരേഷ്, പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഹ്രസ്വ നാടകം അവതരിപ്പിക്കപ്പെട്ടത്. ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഔദ്യോഗികമായിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടത്. ഈ പരിപാടി എങ്ങനെ നടത്തണം, അത് ഏത് വിധത്തിലുള്ളതായിരിക്കണം, അതിന്റെ വിഷയങ്ങൾ ഉൾപ്പെടെ അത് സംബന്ധിച്ച് കമ്മിറ്റി വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത മുൻനിർത്തിക്കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡത അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഈ പരിപാടി നടത്തേണ്ടത്. അത്തരത്തിലുള്ള ഉള്ളടക്കമായിരിക്കണം ഉണ്ടാകേണ്ടതെന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം. മറ്റൊന്ന്, ദേശീയ ഐക്യം എന്ന സന്ദേശം പകരുന്നതായിരിക്കണം ഈ നാടകത്തിൽ ഉണ്ടാകേണ്ട ആശയമെന്നും കമ്മിറ്റി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ നിർദ്ദേശിച്ച, അതായത് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് ഈ പരിപാടി നടത്തുന്ന കമ്മിറ്റി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി ഈ ജീവനക്കാരും അഭിഭാഷകരും സംഘടിപ്പിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി വാർത്താക്കുറിപ്പിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ സമിതി എന്ന് പറയുന്നത് ജഡ്ജിമാരടങ്ങുന്ന സമിതിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം തെരഞ്ഞെടുക്കുന്നതിലടക്കം മേൽനോട്ട ചുമതലയുള്ള ജഡ്ജിമാര് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.